السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. صدق الله مولانا العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, റബ്ബിന്റെ വലിയ തൗഫീഖിനാൽ ഖൽബുൽ ഖുർആനാകുന്ന സൂറത്ത് യാസീനിലെ 50-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 48-ാമത്തെ ആയത്ത് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തു. സത്യനിഷേധികളായ ആളുകൾ അവരെ ഉപദേശിക്കുമ്പോൾ, അവർക്ക് ഗുണപാഠം പകർന്നു കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ പ്രതിപാദിച്ച അവരോടായിട്ടുള്ള 2 ഉപദേശ നിർദ്ദേശങ്ങൾ, 2 കണ്ടീഷൻ അല്ലാഹു തആല അവരോടായി വെക്കുന്നുണ്ടായിരുന്നു. ഒന്നാമതായി പറഞ്ഞത് തഖൂമാ ബൈന ഐദീകും വമാ ഖൽഫകും എന്നുള്ള ഒരു വസിയത്ത്. തഖ്വയിൽ നിറഞ്ഞുള്ള ജീവിതം, തഖ്വ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം, എങ്കിലേ നിങ്ങൾക്ക് ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം വേണമോ, നിങ്ങൾ തഖ്വയിൽ അരിശുദ്ധമായ ജീവിതമാണ് നിങ്ങൾ നയിക്കേണ്ടത്. രണ്ടാമതായി പറഞ്ഞു അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക, ഉള്ളവൻ ഇല്ലാത്തവന് നൽകുക. ഈ 2 സമയത്തും അവർ അഅറളു, പുറംതിരിഞ്ഞ് കളഞ്ഞവരായ നിലയിൽ, അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് ഇതിനെ മൈൻഡ് ചെയ്യാതെ ധിക്കാരസ്വരത്തോടെ ചിലവഴിക്കാൻ പറഞ്ഞപ്പോ എന്ത് ഡയലോഗാണ് അവർ തിരിച്ചടിച്ചത് എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു. പരിശുദ്ധമായ ഖുർആന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് റബ്ബ് ഒന്നും തന്നില്ല, എനിക്ക് തന്നു. എനിക്ക് തന്നതിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ എന്തിന് നൽകണം? നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് തടഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തരണമോ? തരില്ല. ഇതിനേക്കാൾ വലിയ ധിക്കാരം വരല്ലുണ്ടോ? എന്നിട്ട് അല്ലാഹു തആല ശേഷം പറയുന്നു, ഇതിന്റെയൊക്കെ കാരണം എന്താ? അവര് ഇത്യാദിയുള്ള റിപ്ലൈ അവരെ ഭാഗത്ത് നിന്ന് കിട്ടാൻ, അവർ ഇങ്ങനെ പ്രതികരിക്കാൻ, ഇങ്ങനെ ആക്ഷേപിക്കാൻ, ഇങ്ങനെ വില കുറച്ച് കാണാനുള്ള കാരണം എന്താണ്? അതിന്റെ അടിസ്ഥാന കാരണം പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്തെന്ന്? മതാ ഹാദൽ വഅദ്, നിങ്ങൾ ഈ കിടന്ന് പറയുന്നുണ്ടല്ലോ പരലോകമെന്നും മഹ്ശറയെന്നും സ്വർഗമെന്നും നരകമെന്നും. എവിടെ? കാലങ്ങളായല്ലോ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. മരണത്തെ പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയും ഖബറിന്റെ ജീവിതത്തെ പറ്റിയും അള്ളാഹുവിന്റെ വിചാരണയെ പറ്റിയൊക്കെ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ എത്രയോ മരണപ്പെട്ടു പോയി, അവരുടെ കാലം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ജീവിക്കുന്നു. എന്തിയെ അവരൊക്കെ എന്ന സ്വരത്തിൽ അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്ന വിഭാഗം എന്നല്ലേ പറയണേ? നിങ്ങൾ അഹ്ലുൽ ഖൈർ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ഉറച്ച് ദൃഢവിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ എന്നല്ലേ പറയണേ? എന്നാ നിങ്ങൾ പറഞ്ഞതാട്ടെ. എവിടെ അള്ളാഹുവിന്റെ തീരുമാനം? എവിടെ? നന്മ ചെയ്തവന് നന്മയുടെ പ്രതിഫലമാകുന്ന സ്വർഗം,
തിന്മ ചെയ്തവന് തിന്മയുടെ പ്രതിഫലമാകുന്ന നരകം എന്തേ കാണിച്ചു താട്ടെ എന്നവരോട് ചോദിക്കും. സത്യവിശ്വാസികളോട് സത്യനിഷേധികൾ ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇതിന് മറുപടിയായി കണ്ട് അല്ലാഹു തആല പറയുന്നു, അവരെ ഈ ചോദ്യത്തിന് മറുപടി എങ്ങനെയാണ് റബ്ബ് കൊടുക്കുന്നത്? ഫലാ യസ്തതീഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം മർജിഊൻ. വല്ലാത്തൊരു മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൊടുക്കുന്ന മറുപടി. ഫലാ യസ്തതീഊന തൗസിയതൻ, പിന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടി, മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ. മാ യൻദുറൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർ പ്രതീക്ഷിക്കുന്നവരല്ല. എന്തിനെ? ഇല്ലാ സൈഹത്തൻ വാഹിദ, ഒരു വലിയ ഉദ്ഘോഷമല്ലാതെ, ഒരു വലിയ അട്ടഹാസമല്ലാതെ അവർ നോക്കി പ്രതീക്ഷിക്കുന്നില്ല. അതായത് അവർ കാത്തിരിക്കുന്നത് എന്തിനെയാണ്? അവർ ഇനി കാത്തിരിക്കുന്നത് അവരിലേക്ക് കടന്നു വരുന്ന വലിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ. അതിന് മറുപടി എന്തേ ഉള്ളൂ? നേരിട്ടങ്ങ് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അവർക്ക് ശരിക്കും അവരെ ഒന്ന് ഉദ്ഘോഷത്തോടുകൂടി വലിയ അട്ടഹാസം അവരിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അറിയിച്ചു കൊടുത്തുകൊണ്ട് അവരെ അല്ലാഹു തആല നിന്ദയിലാക്കും, പരീക്ഷിക്കും. എന്നിട്ട് പറയുന്നു, തഖുദുഹും വഹും യഖ്സിമൂൻ. തഖുദുഹും, ആ വലിയ ഉദ്ഘോഷം, അട്ടഹാസം അവരെ വന്ന് പിടികൂടുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധമായ ഖുർആൻ. തഖുദുഹും വഹും യഖ്സിമൂൻ. തഖുദുഹും വഹും യഖ്സിമൂൻ. കണ്ടോ പരിശുദ്ധമായ ഖുർആൻ എത്രയോ അർത്ഥവത്തായ രീതിയിലാണ് അവിടെ നോദി വെക്കുന്നത്. മാ യൻദുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദതൻ തഖുദുഹും വഹും യഖ്സിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വിഭാഗത്തിൽ നമ്മൾ ഓരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനിയും തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു വലിയ വിശദീകരണമാണ് അവിടെ നൽകുന്നത്. മാ യൻദുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഭയപ്പെടുത്താനുള്ളത് സർവലോകത്തിന് വേണ്ടിയും ഭൂമി ഒന്ന് പ്രകമ്പനം കൊള്ളിക്കും, അവരതിൽ വീഴും, അപ്പൊ അവര് മനസ്സിലാക്കും. പക്ഷെ എന്നിട്ടും ഖുർആൻ പറയുന്നത് എന്താ? വഹും യഖ്സിമൂൻ, അപ്പോഴും അവർ ഇങ്ങനെ തർക്കിക്കുന്നവരായിരിക്കുന്ന. അങ്ങനെ ഈ ഒന്നാമതായ ഊത്ത് നഫ്ഖത്തുൽ ഊല, ഒന്നാമത്തെ സൂറന്ന കാഹളത്തിൽ ഊത്തിനെ പറ്റിയാണ് ഇവിടെ അല്ലാഹു തആല പറഞ്ഞത്. ഒരു വലിയ ശബ്ദം ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുക്കും. ആ സമയത്ത് അവരൊന്ന് പരിഭ്രാന്തരായി. എന്നാലോ സത്യനിഷേധികളായ ആളുകൾ അപ്പോഴും വഹും യഖ്സിമൂൻ, അപ്പോഴും അവർ പരസ്പരം തർക്കിക്കുന്നവരായിരിക്കുമെന്ന്. യഖുസ്സുഹും ബഅ്ളുഹും ബഅ്ള, അവർ ചിലരോട് എപ്പോഴും ഈ വിഷയത്തിൽ തർക്കിക്കുന്നവരായിരിക്കും. എപ്പോഴാ? ലോകം അവസാനിക്കാൻ പോവാണ്, അപ്പോഴും അവരുടെ ചർച്ച ഇനി പാരത്രിക ജീവിതം ഉണ്ടാവോ, സ്വർഗം ഉണ്ടാവോ, നരകം ഉണ്ടാവോ, വിചാരണ ഉണ്ടാവോ, അപ്പോഴും അവർ തർക്കിക്കുന്നവരായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സദഖല്ലാഹു മൗലാനൽ അലീം. അല്ലാഹു തആല മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്ത് യാസീന്റെ എല്ലാ ബറക്കത്തുകളും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല പ്രദാനിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.